എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, ബസ്സിൽ വെച്ച് നടന്ന സംഭവം. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ട വിവരം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴും ചില ആളുകൾക്ക് ഇങ്ങനെ സംശയമുണ്ട്, ആൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്നുള്ളത്. അത് എല്ലാവരും മനസ്സ് ഒരുപോലെ ആവില്ലല്ലോ, എല്ലാവർക്കും എല്ലാം താങ്ങാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ഒരു കാലമാണിത്. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, ഇത് വെറും റീച്ചിന് വേണ്ടി മാത്രം ചെയ്തതാണ്. കാരണം നമുക്ക് ഈ ലേഡി വീഡിയോ എടുക്കുമ്പോഴുള്ള ലേഡിയുടെ മുഖഭാവം എല്ലാം കണ്ടറിയാം, പുഞ്ചിരിച്ചുകൊണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു വിഷയം പുഞ്ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. എത്ര ലാഘവത്തോടെ വീഡിയോ എടുക്കണമെന്ന് അറിയോ. ശരിക്കും എനിക്ക് തോന്നുന്നത് റീച്ചിന് വേണ്ടിയിട്ട് ബസ്സിൽ കയറിയ പോലെ ഉണ്ട്. കാരണം അതുപോലെ പുഞ്ചിരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ആള് ഒരു കൈ അകലത്തിലാണ് ഈ ലേഡിയുടെ അടുത്ത് മാറി നിന്നിരുന്നത്. പക്ഷെ മനഃപൂർവ്വം അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മാറി നിന്നുകൊണ്ട് അടുത്ത് ചേർന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതെന്തോ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അദ്ദേഹത്തെ മുട്ടിൽ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നിന്ന് ആളുടെ ദേഹത്ത് മുട്ടാൻ വേണ്ടിയിട്ട്. കാരണം ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു ബ്രേക്ക് ചെയ്താൽ പോലും ആളുകൾ പരസ്പരം ഒന്ന് ടച്ച് ചെയ്യല്ലോ. അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. ആ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിയിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ട്രാപ്പ് ചെയ്താൽ തോന്നിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡാണ് കാണുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗ് ഉണ്ട്. ആ ബാഗ് ഉയർത്തുമ്പോൾ ഈ 2 കൈ കൊണ്ടോ ഉയർത്തുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വലത്തെ കൈ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ബാഗ് ഉയർത്തുന്നോണ്ടാണ് ആളുടെ കൈ ഒന്ന് മൂവ് ചെയ്തത്. ആ മൂവ് ചെയ്തിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് ഈ ലേഡിയുടെ ദേഹത്ത് ടച്ച് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ആള് പെട്ടെന്ന് മുന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. പക്ഷെ ഇവരെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ആ ഭാഗം മാത്രം സ്ലോ മോഷനിൽ ഇട്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് സ്ലോ മോഷൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ഒരു വ്ളോഗർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. നല്ല സ്ലോ മോഷനിൽ ഇട്ടിട്ട്, കാരണം 2-3 സെക്കൻഡുകൾ കൈ ഇങ്ങനെ ടച്ച് ചെയ്ത പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി സ്ലോ മോഷനിൽ ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല, ടച്ച് ചെയ്ത് അറിഞ്ഞ വഴിക്ക് തന്നെ ആള് പെട്ടെന്ന് അവിടെ നിന്ന് മാറും ചെയ്യുന്നുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണാനുണ്ട്. അപ്പൊ ഇത് ശരിക്കും ട്രാപ്പ് ചെയ്താണ്. അപ്പൊ ദയവ് ചെയ്ത് ഇതുപോലെ വൈറലാകാൻ വേണ്ടി എന്ത് ചെയ്തു കൂട്ടുന്ന ഒരു പരിപാടി എല്ലാവരും നിർത്തണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കുറച്ച് മുന്നേ അല്ലെ, ഒരാഴ്ച മുന്നേ ഇതുപോലെ വേറെ സംഭവം ഉണ്ടായല്ലോ. നമ്മളൊരു പ്രായമായ ഒരു മനുഷ്യൻ ഇതുപോലെ. പക്ഷെ എന്തുകൊണ്ടോ ആ ലേഡി അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെ ആ വീട്ടിലുണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ദീപക് മരണപ്പെട്ടു. അത് ഒരാളുടെ മരണം മാത്രമല്ല, ആ ഒരു കുടുംബം, ഒരു അച്ഛനമ്മയുണ്ട്. വേറെ ആരും അവർക്കില്ല. പ്രായമായിട്ടുള്ള അച്ഛനമ്മയാണ്. അവർക്ക് വേറെ ജോലി കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ നോക്കിയിരുന്നത് ദീപക്കാണ്. അപ്പൊ ആ ഒരു കുടുംബം മൊത്തത്തിൽ അനാഥമായിരിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കണം. സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാണ്. കാരണം നിങ്ങൾക്കും ആങ്ങളമാരും അച്ഛനും ആങ്ങളമാരൊക്കെ ഉള്ളതാണ്. ഭാവിയിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഇഷ്യൂ വന്നിട്ട് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എന്തായിരിക്കും. അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണം, നിങ്ങളൊന്നും നിങ്ങളുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം അവർക്ക് ഇത് സംഭവിച്ചതിന് ശേഷം ആ ചാനലില് 2000 സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നുള്ളതാണ്. ചാനൽ പ്രൈവറ്റ് ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷെ 2000 ഫോളോവേഴ്സ് കൂടിയിരിക്കുകയാണ്. ഇതുപോലെ ആളുകളെ ദയവേത് പ്രോത്സാഹിപ്പിക്കരുതായിരുന്നു. ഇപ്പൊ 2 ആഴ്ച മുമ്പ് നടന്നു എന്ന് പറഞ്ഞ സംഭവം ഇവർ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. വെറുതെ ഒരു ക്യാമറയും മൊബൈലും പിടിച്ചിട്ട് ഇവരാണ്. ഒരാൾ വെറുതെ ഇരിക്കുകയാണ്, ആളും കൂടി ശ്രദ്ധിക്കുന്ന പോലില്ല. എന്നിട്ട് ഇതുപോലെ ഓരോന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് അത് ഒരു ദിവസം കൊണ്ട് 4 മില്യൺ വ്യൂസ് കിട്ടി. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ 4 മില്യൺ വ്യൂസ് കിട്ടി. ചിലപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ ലേഡി ഈ വീഡിയോ തന്നെ വീണ്ടും എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. കാരണം എന്തായാലും വ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വീണ്ടും 1.5 മില്യൺ വ്യൂസ് അതിൽ വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഇതുപോലെ ചെയ്യാൻ തോന്നി. അതാണ് ഇപ്പൊ ഇത് രണ്ടാമത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. പക്ഷെ അതൊരു വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു. അത് വല്ലാത്തൊരു വിഷമത്തിൽ കലാശിച്ചു. അത് നമ്മളിങ്ങനെ കണ്ടപ്പോ തന്നെ ആകെ അത് ഷോക്കായിട്ട് പോയി. കാരണം ചിലർക്ക് അങ്ങനെ അതൊന്നും ചില ആളുകൾക്കൊന്നും ഇതൊന്നും മനസ്സിൽ കട്ടി ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് വിഷമിക്കണ്ട, നമുക്കത് പോലീസ് പോയി പരാതി കൊടുക്കാം, ഒക്കെ സോൾവ് ചെയ്യാം. പക്ഷെ ആ ഒരു രാത്രി ആൾക്ക് അത് മറികടക്കാൻ പറ്റിയില്ല, തരണം ചെയ്യാൻ പറ്റില്ല. അത്രയും മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും. നമുക്കത് ആളുടെ അമ്മയുടെ ഒക്കെ കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്ന് പോയില്ല. അത് അത്രയും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മാത്രം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ഓടുന്നത്. കാരണം അവിടെ ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മോശമായി മാറിയിരിക്കുകയാണത്. കാരണം അവിടെ ഞാൻ തമിഴ് കുറെ വീഡിയോസ് കണ്ടു. അതുപോലെ തമിഴ് വീഡിയോസ് ഉണ്ട്. കുറെ ആൾക്കാർ ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടുള്ളത്
ഒരാളുടെ ജീവിതം അങ്ങോട്ട് ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾ എന്ത് ഇത് വേണമെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് കാണിച്ചോളൂ, പക്ഷെ ഒരാളെ ജീവിതം വെച്ച് കളിക്കരുത്. ഒരാളുടെ ജീവിതം വെച്ച് ഒരിക്കലും കളിക്കരുത്. എന്തെങ്കിലും ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പ്രതികരിക്കുക. നിങ്ങൾക്ക് വൈറലാവാൻ എത്ര മാർഗമുണ്ട് വേറെ. ഒരാളെ ജീവിതം വെച്ചിട്ട് വേണം, മറ്റൊരാളെ ജീവിതം വെച്ച് ഒരിക്കലും വൈറലാവാൻ നിൽക്കരുത്. എത്ര പേര് ഇങ്ങനത്തെ കാര്യങ്ങളല്ല വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പൊ തന്നെ അത് പറയാ, പ്രതികരിക്കുക. ചുറ്റും ആൾക്കാരുള്ളതല്ലേ, അവരെല്ലാവരും ഇടപെടുക. അത് ആ ബസ്സിലുള്ള ആൾക്കാർ മാത്രം അറിഞ്ഞ അങ്ങനെ ഇനിയിപ്പോ എന്താ പറയോ, ഇതുപോലെ റിയൽ ആയിട്ട് എന്തെങ്കിലും നടന്നാലും ആളുകൾ ഇടപെടില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കാരണം നമ്മള് എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ ചിലതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇനി അത് റിയൽ ആയിട്ട് നടന്നാലും ഇതുപോലെ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ. കാരണം ആ പെൺകുട്ടി ഇതുപോലെ മുൻപ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വയറുവേദനയായിട്ട് അങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ വയറുവേദനയായിട്ട് ആ കുട്ടിക്ക് അടുത്ത് ആള് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ആള് ടാബ്ലറ്റ് കൊടുത്തു ആ കുട്ടിക്ക്. ഇതുപോലെ എന്റെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, മോട്ടിവേറ്റ് ചെയ്തൊക്കെ പറയണ്ട ആ കുട്ടി. കാരണം ആ കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായി എന്ന് പറയുന്നത്. ഈ ലേഡി ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണെന്ന് അറിയാൻ പറ്റി കേട്ടോ. മനുഷ്യരുടെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇനി ഈ പറഞ്ഞ പോലെ ഒരാളും സോഷ്യൽ മീഡിയ ഈ വക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും വൈറലാവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പോസിറ്റീവായിട്ടൊന്നും ചെയ്യില്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ആളുകൾക്ക് മെസ്സേജുകൾ കൊടുക്കുക, അങ്ങനെ നല്ല നല്ല വീഡിയോ ചെയ്തിട്ട് ആളുകൾ വൈറലായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നെഗറ്റീവുകൾ ചെയ്തിട്ട് വൈറലാവുക. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ വ്യൂസ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് കൊണ്ട് തന്നെ അവർ വൈറലായി പോവാണ്. പലരും നെഗറ്റീവ് കമന്റ് കൊണ്ട് വൈറലായി പോകും. ഇവരൊന്നും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇത് നമ്മുടെ നാട്ടിൽ ഒന്നും കൂടി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ദീപകിന്റെ അച്ഛനമ്മമാർക്ക് ഒക്കെ താങ്ങാനുള്ള ഒരു കരുത്ത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം.